എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ സ്വകാര്യ ജീവിതം, അതിലെ അതിർവരമ്പുകൾ, നമ്മൾ ആരോടൊക്കെ എന്ത് പങ്കുവെക്കാതിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പലരും പറയും എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന്. എന്നാൽ എപ്പോഴും അത് ശരിയാണോ? നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ സന്തോഷവും ദുഃഖവും മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് സുരക്ഷിതമാണോ? ഇന്നത്തെ ലോകത്ത് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ഒരു തുറന്ന പുസ്തകം പോലെ ആകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും അവ എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാമെന്നും എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടേത് മാത്രമായി സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചും നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. സ്വകാര്യത എന്നത് നമ്മുടെ വ്യക്തിപരമായ ഇടമാണ്. അത് നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ഭയങ്ങൾ എന്നിവയെല്ലാം സൂക്ഷിക്കുന്ന ഒരിടമാണ്. അത് നമ്മുടെ വ്യക്തിത്വത്തെയും മാനസികാരോഗ്യത്തെയും സംരക്ഷിക്കുന്ന ഒരു കവചവും കൂടിയാണ്. എന്തുകൊണ്ട് സ്വകാര്യതയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകണം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും വിജയങ്ങളും എല്ലാവരുമായി പങ്കുവെക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കണമെന്നില്ല. ചിലർക്ക് അസൂയ തോന്നാം, അല്ലെങ്കിൽ കുത്തുവാക്കുകൾ പറയാൻ അത് അവസരം നൽകിയേക്കാം. നിങ്ങളുടെ വിജയങ്ങൾ മറ്റുള്ളവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. നിങ്ങളുടെ ദുർബലമായ അവസ്ഥകളെക്കുറിച്ചോ പ്രശ്നങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ചിലപ്പോൾ അവർ ആ വിവരങ്ങൾ നിങ്ങളെ ദ്രോഹിക്കാൻ തന്നെ ഉപയോഗിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാകാൻ ഇത് കാരണമായേക്കാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഓരോ വ്യക്തിയും കാര്യങ്ങളെ അവരവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. നിങ്ങളുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് മേൽ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കണം. നിങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ പിന്നീട് തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി പങ്കുവയ്ക്കാതിരിക്കുന്നത് നമ്മുടെയൊക്കെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായ അതിർവരമ്പുകളുണ്ടെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുന്നത് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. സ്വകാര്യ ജീവിതം ആരോടും പങ്കുവെക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരോടും സംസാരിക്കരുത് എന്നല്ല. മനുഷ്യന് സാമൂഹിക ഇടപെടൽ ആവശ്യമാണ്. നമുക്ക് വിശ്വാസമുള്ള ചിലരുമായി കാര്യങ്ങൾ പങ്കുവെക്കേണ്ടത് മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ആരോടൊക്കെ പങ്കുവെക്കാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ സത്യസന്ധമായി സ്നേഹിക്കുകയും നിങ്ങളുടെ നല്ലതിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ. അവർ നിങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കണം. നിങ്ങളുടെ രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ അവർക്ക് കഴിയണം. നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പങ്കാളികൾ എന്നിവർ. എന്നാൽ ഇവിടെയും ഒരു അതിർവരമ്പ് ആവശ്യമാണ്. എല്ലാ കുടുംബാംഗങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചോ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചോ പറയുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പങ്കാളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശമുണ്ട്. അവിടെ തുറന്നു പറച്ചിൽ വളരെ പ്രധാനമാണ്. മാനസികാരോഗ്യ വിദഗ്ധർ, കൗൺസിലർമാർ, ഡോക്ടർമാർ എന്നിവരോടും തുറന്നു സംസാരിക്കുക. ഇവർ നിങ്ങളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഇവരുമായുള്ള സംഭാഷണങ്ങൾ വളരെ സഹായകമാകും. ഈ വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അവർക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യം മനസ്സിലാക്കാനും നിങ്ങളെ വിധിക്കാതെ കേൾക്കാനും ആ വിവരങ്ങൾ മറ്റൊരിടത്തും പങ്കുവെക്കാതിരിക്കാനും കഴിയണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ എത്ര അടുപ്പമുള്ളവരാണെങ്കിലും പൊതുവായി പങ്കുവെക്കാതിരിക്കുന്നതാണ് ഉചിതം. എന്തൊക്കെയാണ് അവ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വരുമാനം, സമ്പാദ്യം, നിക്ഷേപങ്ങൾ, കടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. ഇത് സാമ്പത്തിക ചൂഷണത്തിലേക്കും അനാവശ്യമായ ഉപദേശങ്ങളിലേക്കും ചിലപ്പോൾ തർക്കങ്ങളിലേക്കും നയിച്ചേക്കാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് അറിയുന്നത് പലപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ സൃഷ്ടിക്കൂ. നിങ്ങളുടെ പങ്കാളിയുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചോ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിനും ഇടയാക്കും. ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും മാത്രം പരിഹരിക്കാനുള്ളതാണ്. പുറമേ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും നിങ്ങളെയും നിങ്ങളുടെ ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ബിസിനസ് ആശയങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് അവ നടപ്പിലാക്കുന്നതിന് മുൻപ് എല്ലാവരുമായും പങ്കുവയ്ക്കാതിരിക്കുക. കല്യാണം കഴിക്കുന്നത് വരെ പെണ്ണിനെ കാണിക്കരുത് എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. അനാവശ്യമായ ഉപദേശങ്ങൾ, നിരുത്സാഹപ്പെടുത്തലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ മറ്റൊരാൾ സ്വന്തമാക്കാനുള്ള സാധ്യത എന്നിവയെല്ലാം ഇത് ഒഴിവാക്കാൻ സഹായിക്കും. നിങ്ങളുടെ പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ അവയെക്കുറിച്ച് പറയാം.
നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ, പരാജയങ്ങൾ അല്ലെങ്കിൽ ദുർബലതകൾ എന്നിവയെക്കുറിച്ച് എല്ലാവരുമായി പങ്കുവയ്ക്കരുത്. ചിലർ ആ വിവരങ്ങൾ നിങ്ങളെ പിന്നീട് കളിയാക്കാനോ ചൂഷണം ചെയ്യാനോ ഉപയോഗിച്ചേക്കാം. ആ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനുഭവം മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ രോഗങ്ങളെക്കുറിച്ചോ എല്ലാവരുമായും പങ്കുവയ്ക്കേണ്ടതില്ല. ഇത് അനാവശ്യമായ സഹതാപത്തിലേക്കോ തെറ്റായ ചികിത്സാ വിവരങ്ങളിലേക്കോ നയിച്ചേക്കാം. ഡോക്ടർമാരുമായി മാത്രം ഇത് പങ്കുവയ്ക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ നിമിഷങ്ങളോ സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളോ ആരുമായും പങ്കുവയ്ക്കരുത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സൈബർ ലോകത്തെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരാൾ നിങ്ങളോട് രഹസ്യമായി പങ്കുവച്ച ഒരു കാര്യം നിങ്ങൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കരുത്. ഇത് നിങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും ആ വ്യക്തിയുമായുള്ള ബന്ധം തകരുകയും ചെയ്യും. സ്വകാര്യത നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ്. ഇത് അത്ര എളുപ്പമല്ല, എന്നാൽ പരിശീലനത്തിലൂടെ സാധ്യമാകും. നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യങ്ങൾക്ക് ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അല്ലെങ്കിൽ ഈ വിഷയം ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സൗമ്യമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ പറയാൻ പഠിക്കുക. ഒരാൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എത്രത്തോളം വിവരം പങ്കുവയ്ക്കണമെന്ന് സ്വയം തീരുമാനിക്കുക. അവർക്ക് ആവശ്യമുള്ളത്ര മാത്രം വിവരം നൽകുക. അനാവശ്യമായ വിശദാംശങ്ങൾ ഒഴിവാക്കുക. ശരീരഭാഷ നിങ്ങളുടെ ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കണം. നേരെ നിൽക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക. ഇത് നിങ്ങളെ കൂടുതൽ ശക്തിയുള്ള വ്യക്തിയായി തോന്നിപ്പിക്കും. സോഷ്യൽ മീഡിയയിൽ എന്ത് പങ്കുവയ്ക്കണം എന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുക. നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ, ലൊക്കേഷൻ, ചിത്രങ്ങൾ എന്നിവ പോസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കുക. പ്രൈവസി സെറ്റിംഗ്സ് കൃത്യമായി ഉപയോഗിക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക. അവരെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കാൻ സമയമെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. നിങ്ങൾ നൽകുന്ന ബഹുമാനം ഇതിലൂടെ തന്നെ അവർ തിരിച്ചു നൽകാനും സാധ്യതയുണ്ട്. സ്വകാര്യത നമ്മുടെ മാനസികാരോഗ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ഇടമില്ലാതാകുന്നു. നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കും വികാരങ്ങൾക്കും വില കൽപ്പിക്കാതിരിക്കുമ്പോൾ മാനസിക പിരിമുറുക്കം കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയേണ്ടതില്ല എന്ന ബോധം നിങ്ങൾക്ക് ആശ്വാസം നൽകും. നിങ്ങൾ വിശ്വസിക്കുന്നവരുമായി മാത്രം ആഴത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കും. ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ടെന്ന തോന്നൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചില കാര്യങ്ങൾ സ്വയം മാത്രം സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും കൂടുതൽ അവസരം ലഭിക്കും. നമ്മുടെ സ്വകാര്യ ജീവിതം ഒരു നിധിയാണ്. അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ആരോടും പങ്കുവെക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ തീർത്തും ഒറ്റപ്പെടണം എന്നല്ല, മറിച്ച് ആരോടൊക്കെ എന്ത്, എപ്പോൾ, എത്രത്തോളം പങ്കുവെക്കണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം എന്നതാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കണം. നിങ്ങളുടെ ദുർബലമായ അവസ്ഥകളെയും ഭാവി പദ്ധതികളെയും സാമ്പത്തിക രഹസ്യങ്ങളെയും സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സ്വകാര്യത എന്നത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു മതിലല്ല, മറിച്ച് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പരിചയമാണ്. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും വളർത്തുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഊർജ്ജത്തെ ചോർത്തിക്കളയുകയും അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം. ഇനി മുതൽ ഒരു കാര്യം പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. ഇത് ഞാൻ പങ്കുവയ്ക്കേണ്ട കാര്യമാണോ? ഈ വ്യക്തിക്ക് ഞാനിത് പങ്കുവയ്ക്കേണ്ടതുണ്ടോ? ഇത് പങ്കുവയ്ക്കുന്നത് എനിക്ക് എന്ത് ഗുണമാണ് നൽകുക? നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങളും സമാധാനവുമാണ് ഏറ്റവും വലുത്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാന വിഷയവുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.